വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഇത് വെച്ചത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ബോട്ടിലായിട്ടാണ്. ഇതിൽ ഒരുപാട് മിസ്സിങ് ഉണ്ട്. ചിലതൊക്കെ ചിലവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചിലത് അത് ബോട്ടിലില്ലാത്ത സമയമൊക്കെ വരുമ്പോൾ ഞാൻ അത് കളഞ്ഞിട്ട് ഞാൻ പിന്നെ വേറെ ഇതിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും ഈ കയറിൻ്റെ ഉള്ളിലൊക്കെ വേറെ ഒരു ബോട്ടിലുണ്ട്. അത് ഞാൻ അതൊരു ലീഫിൻ്റെ ബോട്ടിലാണ് ഇതിൻ്റെ അടിയിലുണ്ട്. ഞാൻ അത് ബോട്ടിലില്ലാത്ത സമയത്തും പിന്നെ ഇതുപോലത്തെ നല്ല ഷേപ്പുള്ള ബോട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടും അത് ഇമ്മയെ കയറ് ചുറ്റിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളുണ്ട്. അതുകൊണ്ട് കുറേ ബോട്ടിലായിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പിസ്താഷ്യയിൽ വെച്ചിട്ടുള്ള ബോട്ടിലായിട്ടുണ്ട്. അതുപോലെ ഡേറ്റ്സിൻ്റെ സീഡ് വെച്ചിട്ടുള്ള ബോട്ടിലായിട്ട് ഇതൊക്കെ ഞാൻ പിന്നെ അത് ഒഴിവാക്കി റീയൂസ് ചെയ്തിട്ടുണ്ട് ആ ബോട്ടിൽ. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ ഇതിൽ മിസ്സിങ് ആണ്. പിന്നെ ഇതൊരു ഈ പ്ലാന്റ് വെച്ചിട്ടുള്ളത് ഇതൊരു മറ്റേ നമ്മുടെ 7up ഒരു ബോട്ടിലാണ്. അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് മണി പ്ലാന്റ് വെച്ചിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ക്ലേ കൊണ്ട് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കുറച്ച് ഫിനിഷിങ് കുറവുണ്ട് ഇതിൻ്റെ. പിന്നെ ഇതൊരു ഫെദർ ബോട്ടിലായിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുത്തൊരു ഫെദറിൻ്റെ ബോട്ടിലായിട്ടാണ്. നമ്മൾ ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആണ്. ഒരു കേടുമില്ല. കുറേ മുന്നേ ചെയ്തതാണ്. ഇപ്പോഴും അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിങ്കല്ല നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോ കാണണം. ലിങ്ക് അല്ല അതിന് കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ബോട്ടിലായിട്ടാണത്. ക്ലേ കൊണ്ടുള്ളത് തന്നെയാണ്. സൺഫ്ലവർ ബോട്ടിലായിട്ടാണ്. നമ്മൾ ക്ലേ കൊണ്ട് ചെയ്തിട്ടുള്ളതാണിത്. പിന്നെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചെയ്തതാണിത്. പീകോക്ക് ബോട്ടിലാട്ട്. പിന്നെ നമ്മുടെ ഗ്രേപ്സ് ബോട്ടിലായിട്ടാണിത്. ഇത് നമ്മുടെ പുളിങ്കുരു ഇല്ലേ അതാണിത്. പിന്നെ സീബ്ര, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ തന്നെ ടൈഗർ ബോട്ടിലാട്ടുണ്ട്. പിന്നെ ഇതും ക്ലേ കൊണ്ട് ചെയ്തിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ്. പിന്നെ നമ്മൾ ലീഫ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള പൊടി പിടിച്ച് ലീഫ് വെച്ച് ചെയ്തിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ്. ഒരുപാട് കാലമായിട്ടോ ഇതുവരെ ഒരു കേടുമില്ല ലീഫിന്. അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ ബോട്ടിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പുറത്തും ചെയ്തിട്ടുള്ളതാണ്. ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഔട്ടർ ലൈൻ വരയ്ക്കുന്നില്ല, അതിൻ്റെ ഗോൾഡൻ ആയിട്ട് വരച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതൊരു ക്ലോത്ത് കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ്. ഇതുണ്ട്. പിന്നെ ഇതൊരു ഡോട്ട് മണ്ഡല. ഇതെൻ്റെ ഫേവറേറ്റ് ബോട്ടിലാണ്. ഇതാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത ഡോട്ട് മണ്ഡല ആർട്ട്. ഇത് നമ്മൾ ടൂത്ത് പിക്ക് കൊണ്ടാണ് ഈ ഡോട്ടൊക്കെ ഇട്ടിട്ടുള്ളത്. അന്ന് നമ്മൾ ടൂളൊന്നും വാങ്ങിച്ചിട്ടുണ്ടാകുന്നില്ല. പക്ഷെ എന്നാലും എനിക്ക് ഇതന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല എൻ്റെ ഫേവറേറ്റ് ആണിത്. അതൊക്കെ വെറുതെ ഒരേപോലത്തെ ഒരു ഡിസൈനിൽ ചെയ്തിട്ടുള്ളതാണിത്. ചുമ്മാ ഒരു പെയിൻറ്റിങ്. പിന്നെ ഇതൊരു നമ്മുടെ ഓഗസ്റ്റ് 15 എൻ്റെ ഇത്താടെ മോനിക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളതായിരുന്നു. അത് നമ്മൾ സാധാ വാർണിഷ് അടിച്ചപ്പോൾ ഇതൊരു യെല്ലോ ഷെയ്ഡ് വന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിലുള്ളത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത സ്ഥലത്ത് നോക്കാം. ഇതുപോലെ 2-3 സ്ഥലത്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നതാണ്. ഇനി നമ്മളെ റൂമിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് നമുക്കിതൊരു കുഞ്ഞു ബോട്ടിലായിട്ടുള്ള നോക്കാം. ഇത് നമ്മുടെ അക്രലിക് പെയിൻറ്
ഒരു കുഞ്ഞൊരു ലാമ്പ് പോലെ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ബാക്കിലുണ്ട് കുഞ്ഞൊരു ഭരണി ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മൾ കുഞ്ഞെന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. ഇതുപോലത്തെ 2 എണ്ണമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പെപ്പറും സോൾട്ടൊക്കെ ആയിട്ട് ടേബിളുമൊക്കെ വെക്കാം. പിന്നെ ഇതും ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുണ്ട്. പിന്നെ ഒരു കുഞ്ഞു മണി പ്ലാന്റ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതൊരു മാർബിൾ സ്റ്റൈലുള്ള ഒരു കുഞ്ഞൊരു മാർബിളിൻ്റെ ബോട്ടിലായിട്ടാണ്, ആക്രിലിക് പെയിൻറ്റിൻ്റെ തന്നെ. പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേയുടെ ഒരു ബോട്ടിലായിട്ടാണിത്. ഇത് ഒരുപാട് കാലമായി. ഇതുപോലെ ഒരു പൂപ്പലും ഒന്നും വന്നിട്ടില്ല. നല്ല അടിപൊളിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ചെയ്തതാണ്. അതിലൊരു മണി പ്ലാന്റ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതാണ് നമ്മൾ ഡോട്ട് മണ്ടല. പിന്നെ അതൊരു കുഞ്ഞൊരു സോസിൻ്റെ ബോട്ടിൽ പെയിൻറ് ചെയ്തതാണ്. പിന്നെ ഇത് മുട്ടയുടെ തോടുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൽ കുഞ്ഞൊരു പേപ്പറിൻ്റെ ഒരു കാക്ടസൊക്കെ പോലെ ചെയ്തിട്ടുള്ളതായിരുന്നു. അത് ഫ്ലോപ്പായിപ്പോയി. അതുകൊണ്ട് ഞാനത് കാണിച്ചിട്ടില്ല, വീഡിയോയിൽ ഇട്ടിട്ടില്ല. പിന്നെ ഇതാ നമ്മുടെ ഒരു കുഞ്ഞൊരു ഗീയുടെ ബോട്ടിൽ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഒരേപോലത്തെ ക്ലേ കൊണ്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണിത്. മണി പ്ലാന്റ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ ഉണ്ടാവുന്നുണ്ട്. അതിൽ വേറെ ഇതൊക്കെ ബ്രാഞ്ചസൊക്കെ വന്നിട്ടുണ്ട്. പിന്നുള്ളത് ഇതാണ്. ഇതൊരു ഗ്രേപ്സ് ബോട്ടിലും പിന്നെ ഒരു ഗ്ലാസിൻ്റെ അതിമേ ഗ്ലാസ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞൊരു ക്ലേ കൊണ്ട് വെറുതെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അതിലൊരു പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലക്കി ബാമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു കബോർഡിലാണ്. ഇവിടെ 2 ഡോട്ട് മണ്ടല ഹാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നോർമൽ ഒരു ഗ്ലാസ് പാത്രത്തിലൊരു പ്ലാന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് അതുപോലത്തെ ഒരു പെയിൻറ്റിങ് ആണ്, ഒരു ബോട്ടിൽ പെയിൻറ്റിങ് ആണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ചെയ്തതുണ്ട്. ഇത് ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ കൊണ്ട് ചെയ്ത ഫ്രൂട്ട്സ് ആണ്. അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. പിന്നെ നമ്മൾ ചിരട്ട കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞൊരു പപ്പി ഉണ്ട്. നമ്മൾ ചിരട്ടയും റൂളും കൊണ്ട് ചെയ്തതാണ്. പിന്നെ സൺഫ്ലവറിൻ്റെ ബോട്ടിലും പിന്നെ ഒരു സോസിൻ്റെ ബോട്ടിലുമാണത്. അത് കഴിഞ്ഞത് അവിടെ ഒരു ബോട്ടിലൊരു പെയിൻറ്റിങ് ഉണ്ട്. പിന്നെ ജസ്റ്റ് ഒരു നൂലുമ ചുറ്റിയിട്ടുള്ളതാണ് മറ്റേ ബോട്ടിൽ. ഇതിൻ്റെ ബാക്കിലും ഉണ്ട് അതൊരു ലീഫൊന്നും ഇല്ലാത്തൊരു മരം. അതിൻ്റെ അപ്പുറത്ത് ലീഫായിട്ടുള്ളൊരു മരമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു പെയിൻറ്റിങ് ഉണ്ട്. പിന്നെ ഒരു ഗ്ലാസ് പെയിൻറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഇതുപോലെ ഒരു കബോർഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ബോട്ടിലാട്ടും കളക്ഷൻസും കാര്യം. കുറേയൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. കുറേയൊക്കെ നമ്മൾ പിന്നെയും ആ ബോട്ടിൽ റീയൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണണം, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.